പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഈ വാക്ക് വെറുതെ ഒരു വാക്കല്ല കേട്ടോ. എത്രയോ പേരോടാ നമ്മളിത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളത് പ്രാർത്ഥിക്കാട്ടോ. എന്ത് സുഖകരമായ വാക്ക്. പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട സുഖകരമായ വാക്കാണെങ്കിലും കടപ്പാട് കൂടുതലാണ്. നിന്റെ ജീവിതത്തിൽ നീ എത്ര പേരോട് നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ വ്യക്തികൾക്കൊക്കെ നീ ബലിവേദിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉത്തിരിപ്പ് കട ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഉത്തിരിപ്പ് കട എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, ആ നേർച്ച നിറവേറ്റതാണ്. നീ ഇതുപോലൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദന കണ്ടിട്ട് ഇതുവരെ ഈ ബലിവേദിയിൽ നിങ്ങൾ അവരെ ഓർത്തില്ലെങ്കിൽ നീ ഓർക്കുക, നിനക്കൊരു കടമുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ. കാരണം നീ ഒരു വാക്ക് കൊടുത്തേക്കുന്നതാ. നമുക്ക് ഉറക്കം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒന്നും പ്രാർത്ഥിക്കാത്ത സമയത്താണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, കുറേയേറെ നിയോഗങ്ങളുള്ള വ്യക്തി ഇവിടെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോള് വേദനിച്ച് അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ നിനക്ക് ഉറക്കം വരുമോ? ആർക്കെങ്കിലും ഉറക്കം വരുമോ? ആർക്കെങ്കിലും ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന ഒരു അലസമായിട്ട് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. എത്ര നാളുകളായി ഈ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് പറയുമോ? ഇന്ന് മോനെ നിന്റെ കുർബാന കണ്ടിട്ട് ഇതുപോലൊരു ക്രിസ്ത്യാനി കുർബാന അർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? പല വിചാരമില്ലാതെ അല്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാതെ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ടൊന്നൊരു കുർബാന അർപ്പിക്കാൻ പറ്റിയിട്ട് വേണം നമുക്ക് പോകാൻ. അല്ലെങ്കിൽ അവസാനത്തെ പ്രാർത്ഥനയിൽ ദേവാലയത്തിനോട് വിട പറയുന്ന പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ഫലിക്കാതെ വരും.